അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽ ഉത്തമമായ നാമങ്ങളിൽ എടുത്തു നോക്കുന്ന നാമങ്ങൾ അൽ ഖാലിഖ്, അൽ ഖല്ലാഖ് എന്നീ രണ്ട് നാമങ്ങളാണ്. അൽ ഖാലിഖ്, അൽ ഖല്ലാഖ്, സൃഷ്ടാവ്, സൃഷ്ടി നടത്തുന്നവൻ എന്നെല്ലാമാണ് അതിൻ്റെ ആശയം. ഖാലിഖ് എന്നുള്ള നാമം ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ള ഒരു നാമമാണ്. സൂറത്തുൽ ഹശ്റിലെ 24-ാമത്തെ ആയത്തിൽ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. അതുപോലെ സൂറത്തുൽ സുമറിലെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലാഹുവാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്. അതുപോലെ ഖല്ലാഖ് എന്നുള്ള പദം ഖാലിഖ് എന്നുള്ളതിൻ്റെ സീഗത്തുൽ മുബാലഗ എന്ന് പറയും അറബിയിൽ, അതായത് ധാരാളം സൃഷ്ടി നടത്തുന്നവൻ എന്നുള്ള ആശയം. അത് ഖുർആനിൽ 2 സ്ഥലങ്ങളിലാണ് വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്തുൽ ഹിജ്റിലെ 86-ാമത്തെ ആയത്തിൽ ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, തീർച്ചയായിട്ടും നിൻ്റെ റബ്ബ് സൃഷ്ടിക്കുന്നവനും അതുപോലെ എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ളവനുമാണ്. സൂറത്തു യാസീനിലെ 81-ാമത്തെ ആയത്തിലും ബല വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് ഖല്ലാഖ് എന്നുള്ള നാമം 2 സ്ഥലങ്ങളിൽ അലീം എന്നുള്ള നാമത്തിനോട് ചേർന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അൽ ഖാലിഖ്, അൽ ഖല്ലാഖ് എന്നീ നാമങ്ങളിലെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ സിഫത്ത് അൽ ഖൽഖാണ്, സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളതാണ്. ആ സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളതിനെ 2 ആശയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് ഈജാദു ശൈഇ വ ഇബ്ദാഉഹു അലാ ഗൈരി മിസാലിൻ സാബിഖ്, ഒരു മുൻ മാതൃകയുമില്ലാതെ ഒരു കാര്യത്തെ പുതുതായി പടച്ചുണ്ടാക്കുക എന്നുള്ളത്. ഒരു മുൻ മാതൃകയില്ലാതെ മുൻപില്ലാത്തൊരു കാര്യത്തെ പുതുതായി പടച്ചുണ്ടാക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീനിലെ 71-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അവർ മനസ്സിലാക്കിയിട്ടില്ലേ, അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ലേ, അവർക്ക് കന്നുകാലികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നാം സൃഷ്ടിച്ചു കൊടുത്ത്, നമ്മുടെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു കൊടുത്തത് അവർ അധികാരപ്പെടുത്തുന്നത് കണ്ടിട്ടില്ലേ. സൂറത്തുൽ ഖമറിലെ 49-ാമത്തെ ആയത്തിൽ ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദരിൻ, എല്ലാ കാര്യത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു കണക്കനുസരിച്ചാണ്, ഒരളവനുസരിച്ചിട്ടാണ്. അതുപോലെ സൂറത്തുൽ അംബിയായിലെ 104-ാമത്തെ ആയത്തിൽ കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു, ആദ്യത്തെ സൃഷ്ടി നാം ആരംഭിച്ചതുപോലെ തന്നെ അതിനെ വീണ്ടും കൊണ്ടുവരുന്നതാണ്, മടക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ ആശയത്തിൽ ധാരാളം ആയത്തുകളുണ്ട്. അതായത് മുൻപില്ലാത്തൊരു കാര്യത്തെ, ഒരു മാതൃകയും ഇല്ലാത്തൊരു കാര്യത്തെ പുതുതായി പടച്ചുണ്ടാക്കുക എന്നുള്ളത്. 2-ാമത്തെ ആശയം ഖൽഖുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ബിമഅന അത്തഖ്ദീർ, ഒരു കാര്യം നിർണയിക്കുക, ഒരുക്കുക. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളത്. ഇപ്പോൾ ഒരു വസ്തു, കുറേ വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കുന്നു, ആ രീതിയിൽ നിർണയിക്കുക, ഒരുക്കുക എന്നുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ ആ ഖലഖ എന്നുള്ള പദം ഉപയോഗിച്ച് മനുഷ്യരോട് പറയുന്നുണ്ട്. സൂറത്തുൽ അൻകബൂത്തിലെ 17-ാമത്തെ ആയത്തിൽ കാണാം വതഖ്ലുഖൂന ഇഫ്കൻ, നിങ്ങൾ കള്ള ആരോപണം ഉണ്ടാക്കുകയാണോ, അതായത് കെട്ടിച്ചമക്കുകയാണോ എന്നുള്ള അർത്ഥത്തിൽ. അഥവാ ഒരു കാര്യത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുക, ആ അർത്ഥത്തിലും ഖൽഖ് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. മനുഷ്യനൊരു സാധനത്തെ ഒരു കോലത്ത് നിന്ന് വേറൊന്നിലേക്ക് മാറ്റുമ്പോൾ അതിനെയും ഖൽഖ് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. അതിന് വേറൊരു തെളിവാണ് ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന ധാരാളം ആയത്തുകളുണ്ട്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ അല്ലെങ്കിൽ സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള അല്ലാഹു ബറക്കത്ത് നിറഞ്ഞവനാണ്. അവിടെ പദം നോക്ക്, അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമൻ. അപ്പോൾ അല്ലാഹു അല്ലാതെ വേറെ സൃഷ്ടാവുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം? അല്ല, അത് 2ാമത് പറഞ്ഞ ഖൽഖിൻ്റെ അർത്ഥത്തിലാണ്. അഥവാ ഒരു തഖ്ദീർ ചെയ്യുന്ന, നിർണയിക്കുന്ന, രൂപം മാറ്റുന്ന, ആ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ആളുകളിൽ അള്ളാഹുവാണ് ഏറ്റവും ഉത്തമൻ. അപ്പോൾ സൃഷ്ടികൾ എന്തെങ്കിലും, മനുഷ്യന്മാർ എന്തെങ്കിലും ഒരു സാധനം ഒരു കോലത്തിൽ നിന്ന് മാറ്റി വേറൊരു കോലത്തിലേക്ക് ആക്കുന്നതിന് ഈ പദം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ അള്ളാഹുവാണ് ഉത്തമൻ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ 2 ആശയത്തിൽ മനസ്സിലാക്കണം.
ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണെന്ന് പറയുമ്പോൾ എന്താണ്? നാം ആദ്യം പറഞ്ഞ അർത്ഥമാണ്. അഥവാ ഒരു മുൻമാതൃകയുമില്ലാതെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു സാധനത്തെ പുതുതായി ഉണ്ടാക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യരിപ്പോൾ ഒരു കാര്യം, മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്, രൂപം മാറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഒക്കെ വേറൊരു കാര്യത്തിനെ കൂട്ടിച്ചേർന്നുകൊണ്ടോ പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരു കാര്യം ഉള്ളതിനെ രൂപം മാറ്റിക്കൊണ്ടൊക്കെയാണ്. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു സാധനത്തിന് ഉണ്ടാക്കാൻ മനുഷ്യന് പറ്റുമോ? പറ്റൂല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു തആല സൂറത്തുൽ ഫാത്തിറിൽ ചോദിക്കുന്നുണ്ട്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു സൃഷ്ടാവുണ്ടോ? ഇതുപോലെ ഒന്നും മുൻമാതൃകയില്ലാതെ സൃഷ്ടിപ്പ് നടത്താൻ വേറെ ആരെങ്കിലും ഉണ്ടോ? സൂറത്തുൽ ലുഖ്മാനിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹാദാ ഖൽഖുല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ എല്ലാം കാണിച്ച്, അള്ളാഹു അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അള്ളാഹു അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ അള്ളാഹു പറയാണ്, ഹാദാ ഖൽഖുല്ലാഹ്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ മറ്റാരെങ്കിലും സൃഷ്ടിച്ച എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ കാണിച്ചു തരൂ. ഒരു സൃഷ്ടാവിനെ കാണിച്ചു തരണം എന്നല്ല, അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും സൃഷ്ടിച്ച എന്തെങ്കിലും ഒരു കാര്യത്തെ കാണിച്ചു തരൂ എന്ന് ശിർക്ക് ആരോപിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളോടുള്ള അവരുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന ചോദ്യമായി അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തൗഹീദ് ഉറക്കാൻ, അതുപോലെ തന്നെ അള്ളാഹു മാത്രമാണ് മഅബൂദ്, ഇബാദത്തിന് അർഹൻ എന്ന് ഒരു സംശയവുമില്ലാതെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നുള്ളത്. അതായത് ആരാധിക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ അയാൾ എന്തായിരിക്കണം? സൃഷ്ടാവായിരിക്കണം. നമ്മളെ സൃഷ്ടിച്ചവനേക്കാൾ വേറെ ആരാണ് നമ്മൾ ഇബാദത്ത് ചെയ്യാൻ അർഹനായിട്ടുള്ളത്? ആരുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിശേഷണം പറഞ്ഞുകൊണ്ട്, ഈ ഒരു നാമം പറഞ്ഞുകൊണ്ട് തൗഹീദിനെ സ്ഥാപിക്കുന്ന, ശിർക്കിൻ്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ഒരു ആയത്ത് നോക്കൂ, സൂറത്തുൽ ഹജ്ജിലെ 73, 74 ആയത്തുകൾ. അള്ളാഹു പറയാണ്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ദുരിബ മസലുൻ ഫസ്തമിഊ ലഹ്, ഞാൻ നിങ്ങൾക്കൊരു ഉപമ വിവരിച്ചു തരികയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖൂ ദുബാബ വലൗ ഇജ്തമഊ ലഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല, സൃഷ്ടിക്കുകയുമില്ല. അവരൊരു ഈച്ച, ജന്തുക്കളിലും ജീവികളും പ്രാണികളിലും ഒക്കെ വളരെ നിസ്സാരമായി കാണുന്ന ഒരു ജീവിയാണ് ഈച്ച. ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിക്കുന്നില്ല. വലൗ ഇജ്തമഊ ലഹ്, ഇനി നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ഇലാഹുകളോ അല്ലെങ്കിൽ എല്ലാവരും, എല്ലാ സൃഷ്ടികളും കൂടി ഒരുമിച്ച് കൂടിയാൽ പോലും അതിനവർക്ക് സാധിക്കില്ല. വഇൻ യസ്ലുബുഹുമുദ്ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു, ഇനി പോട്ടെ, ഒരു ഈച്ചയെ സൃഷ്ടിക്കുന്നത് പോട്ടെ, ഒരു ഈച്ച നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടുപോയാൽ അതിനെ തിരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ കൂടി സാധിക്കുകയില്ല. ഒരു ഈച്ച നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചത് എടുക്കാൻ കൂടി നിങ്ങൾക്ക് സാധിക്കില്ല. ഇത് ചില ശാസ്ത്രപരമായിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്നവർ ഇതിനെപ്പറ്റി ഒരു കാര്യം പറയാറുള്ളത്, ഈ ഈച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈച്ച എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അതിൻ്റെ അംശം വലിച്ചെടുക്കുകയാണെങ്കിൽ അത് നേരിട്ട് അതിൻ്റെ രക്തത്തിൽ ലയിച്ചു പോകും. അത് പിന്നെ കയ്യിലെടുക്കുന്ന പോലെ, മറ്റുള്ള ഏതെങ്കിലും ജീവി എടുക്കുന്ന പോലെയോ ഒന്നും അങ്ങനെ എടുക്കുകയില്ല എന്നുള്ളതൊക്കെ പറയുന്നത് കാണാം. അല്ലാഹു അലം. എന്നിരുന്നാലും ആ ഒരു ഈച്ച നിങ്ങളിൽ നിന്ന് എടുക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു, അതിനെ തിരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പോലും സാധിക്കില്ല. എന്നിട്ട് പറയാണ്, ളഅഫത്താലിബു വൽ മത്ലൂബ്, തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലനാണ്. അതായത് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന, അള്ളാഹു അല്ലാതെ ആരെ ഇബാദത്ത് ചെയ്താലും അത് എത്ര വലിയ സ്വാലിഹാണെങ്കിലും നബിയാണെങ്കിലും മലക്കാണെങ്കിലും ആരാണെങ്കിലും തന്നെ അവരൊരിക്കലും ഖാലിഖാവില്ല, അവർക്കൊന്നിനെയും സൃഷ്ടിക്കാൻ സാധിക്കില്ല. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ ശിർക്കിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, മാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. ഈ മുശ്രിക്കീങ്ങൾ, ശിർക്ക് ചെയ്യുന്നവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കുന്നില്ല, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഖൽഖ്, സൃഷ്ടിപ്പ്, ഖാലിഖ് എന്നുള്ള വിശേഷണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്നറിയിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു വിശേഷണമാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല
ഈ സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ തന്നെ, സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അല്ലാഹു തആല വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്, വെറുതെ നിരർത്ഥകമായി, കളിയായി, തമാശയായി, ഒരു ഉദ്ദേശവുമില്ലാതെയല്ല നാം സൃഷ്ടിപ്പ് നടത്തിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നോക്കൂ, സൂറത്തുൽ അംബിയായിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകൾ. വമാ ഖലഖനസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശങ്ങളെയോ ഭൂമിയെയോ നാം ഒരു കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടില്ല. ലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വൻ ലത്തഖ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. നമുക്കൊരു കളിയും വിനോദമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരുക്കണം എന്നാണ് ഉദ്ദേശമെന്നിരുന്നെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാമായിരുന്നു എന്ന് അല്ലാഹു പറയാം. ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാതിൽ ഫയദ്മഗുഹു ഫഇദാ ഹുവ സാഹിഖ് വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ. അല്ലാഹു ഇദാ ഹഖിനെ കൊണ്ട് ബാത്തിലിന്റെ നേരെ എറിയുന്നു, അങ്ങനെ ബാത്തിൽ നിഷ്ഫലമായി തകർന്നു പോകുന്നു. അതായത് ഒരു ലക്ഷ്യം, ഒരു ഹഖ് ഈ ആകാശഭൂമികളെ സൃഷ്ടിപ്പിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂറത്തുൽ മുഅ്മിനൂനിലെ 115, 116 ആയത്തുകൾ. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, കരുതിയിരിക്കുകയാണോ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നമ്മിലേക്ക് മടക്കപ്പെടില്ല എന്ന്. ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ്. അത്യുന്നതനായ അല്ലാഹുവാണ് യഥാർത്ഥത്തിലുള്ള അധികാരി, മലിക്. ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവൻ അർശിന്റെ കരീമായ അർശിന്റെ റബ്ബാണ് എന്ന്. ഇവിടെ ഈ ചോദ്യം അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ എന്നുള്ള ചോദ്യം ഈ സൂറത്തുൽ മുഅ്മിനൂനിന്റെ ഒരു സിയാഖിൽ, അഥവാ പരലോകത്തെ വിചാരണ, അതുപോലെയുള്ള കാര്യങ്ങൾ, അവസാനം നരകം, അതുപോലെ ഓരോ മരണം മുതൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നരകാവകാശികളോടുള്ള ചോദ്യമായിട്ടാണ് ഇത് വരുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതായത് ഈ ചോദ്യം ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നാളെ നരകത്തിൽ കിടക്കുന്ന ആളുകളോടാണ് ചോദിക്കുക. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ. നിങ്ങൾ കരുതിപ്പോയോ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് എന്നുള്ള ആ ചോദ്യം. ഇവിടെയൊക്കെ സൃഷ്ടിപ്പിനെ പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലക്ഷ്യത്തെ പറ്റി പറയുന്നത്. ഇനി സൃഷ്ടിപ്പിനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതും അറിയിച്ചിട്ടുള്ളത്. മുമ്പ് പറഞ്ഞതുപോലെ, കിതാബിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ, സൂറത്തു തലാഖിന്റെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അല്ലാഹുവിനെ കുറിച്ച് അറിയാനാണ്. സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തെയോ സൃഷ്ടിച്ചിട്ട് തന്നെയില്ല, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പോൾ സൃഷ്ടിപ്പിനെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു ഉദ്ദേശമുണ്ട് എന്നും അതിനൊരു ലക്ഷ്യമുണ്ട് എന്നും അതിനു പിന്നിലൊരു കാരണമുണ്ട് എന്നും അത് അല്ലാഹുവിനെ അറിയലും അവനെ മാത്രം ആരാധിക്കലുമാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തി. ഇനി സഹോദരങ്ങളെ, ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ തെറ്റിപ്പോയത് കാണാം. അതായത് അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് അംഗീകരിച്ചിട്ട് തന്നെ, അള്ളാഹുവാണ് സൃഷ്ടാവ്, അവൻ മാത്രമാണ് സൃഷ്ടാവ് എന്ന് അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ആ അള്ളാഹു എന്തിനാണോ സൃഷ്ടിപ്പ് നടത്തിയത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാതെ അള്ളാഹു അല്ലാതെ മറ്റുള്ളവരിലേക്ക് ആരാധനകൾ വകവെച്ചു കൊടുക്കുന്ന ധാരാളം ആളുകളെ കാണാം. അവരെ പറ്റി അള്ളാഹു തആല പറഞ്ഞാൽ എന്താ അറിയോ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനായിക്കൊണ്ടല്ലാതെ. അപ്പോൾ ആ ആളുകളെ പറ്റി ഒരു കാര്യം എന്ത് പറഞ്ഞു? അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, അവർക്ക് ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമതെന്ന് പറഞ്ഞു, അവർ ശിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈമാനും ശിർക്കും കൂടി എങ്ങനെ ഒരുമിച്ച് വരിക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മിൻ ഈമാനിഹിം, അവരുടെ ഈമാനിൽപ്പെട്ട കാര്യമാണ് ഇദാ ഖീല ലഹും, അവരോട് ചോദിക്കപ്പെട്ടാൽ, മൻ ഖലഖസ് സമാ വമൻ ഖലഖൽ അർദ് വമൻ ഖലഖൽ ജിബാൽ, ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, ആരാണ് പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ ഖാലു അല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ്. വഹും മുശ്രികൂൻ, അവർ മുശ്രിക്കീങ്ങളാണ് താനും. കാരണം അവർ അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഇഖ്രിമ റഹിമഹുല്ലാ ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് പറഞ്ഞു, തസ്അലുഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ഫയഖൂലൂന അല്ലാഹ്.
നീ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അവരോട് ചോദിക്കുകയാണ്, ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? അവർ പറയും അല്ലാഹുവാണ്. ഫദാക ഈമാനുഹും ബില്ലാ, അത് അവർക്ക് അല്ലാഹുവിലെ വിശ്വാസമാണ്. വഹും യഅ്ബുദൂന ഗൈറഹു, അവർ അല്ലാഹുവിനെ അല്ലാതെ മറ്റുള്ളവരെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നു, അത് ശിർക്കുമാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹു ആണ് സൃഷ്ടാവ് എന്ന് അംഗീകരിക്കുന്ന ഒരാൾ, അവനിൽ നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ധാരാളം ആളുകൾ പിഴച്ചുപോയത് കാണാം. നമുക്കറിയാം, മുസ്ലിം പേരുള്ള ആളുകൾ അവർ അള്ളാഹുവാണ് സൃഷ്ടാവിനെ അംഗീകരിക്കുന്നുണ്ടാവും. പക്ഷെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും ഖബറിൻ്റെ അടുക്കലോ ജാറത്തിൻ്റെ അടുക്കലോ വലിയൻ്റെ അടുക്കലോ സ്വാലിഹീൻ്റെ അടുക്കലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മരണപ്പെട്ടു പോയിട്ടുള്ള ഏതെങ്കിലും ഒരാളെ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മരത്തിൻ്റെ മുമ്പിലോ കല്ലിൻ്റെ മുമ്പിലോ അവരുടെ ദുഃഖങ്ങൾ പറയാനും അവർ പ്രാർത്ഥിക്കാനും സഹായം തേടാനും അവരിടനിലക്കാരായി വെക്കാനും എല്ലാം നമ്മുടെ നാടുകളിൽ ധാരാളം കാണുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളോട് പോലും ഈ കാര്യം ആവർത്തിച്ച് ചോദിച്ച് ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളെ കാണാം. നോക്കൂ, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. അല്ലാഹു പറയാണ്, ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, സൂര്യചന്ദ്രനെ നിയന്ത്രിക്കുന്നത് ചോദിച്ചാൽ അവർ പറയും അത് അല്ലാഹുവാണ്. എന്നിട്ട് പറയാണ് ഫഅന്നാ യുഫകൂൻ. അല്ലാഹു ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെ അവർ തെറ്റിക്കപ്പെടുന്നത്, എങ്ങനെയാണ് അവർ അള്ളാഹുവിനെ അല്ലാതെ മറ്റുള്ളവരെ ആരാധിക്കുന്നത് എന്ന് സൂറത്തുൽ അൻകബൂത്തിലെ 61-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാം. അതുപോലെ ധാരാളം ആയത്തുകൾ സൂറത്തുൽ ലുഖ്മാനിലെ 25-ാമത്തെ ആയത്തിൽ വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ് ഖുൽ അൽഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. അവർ അല്ലാഹു ആണെന്ന് പറയും. ആരാണ് സൃഷ്ടാവ് ചോദിച്ചാൽ അവരെന്താണ് മനസ്സിലാക്കാത്തത്? അതുപോലെ ധാരാളം ആയത്തുകൾ അള്ളാഹു ഈ കാര്യത്തെ പറയുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ അൻആമിലെ 1-ാമത്തെ ആയത്ത് നോക്കൂ, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വജഅല അദ്ദുലുമാതി വന്നൂർ. ആകാശങ്ങളെയും ഭൂമിയെയും ഇരുട്ടിനെയും പ്രകാശത്തെയും വെളിച്ചത്തിനെയും സൃഷ്ടിച്ച അല്ലാഹുവിന് സ്തുതി. സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. എന്നിട്ടതാ കുഫാറുകൾ അവർ റബ്ബിൽ സമന്മാരെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദലു ബി മിൻ ഖൽഖി അൽ ഹിജാറ വൽ അസ്നാം ബഅദ അൻ അഖറു ബിനിഅമതി വറുബൂബിയതി. അല്ലാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സൃഷ്ടികളായിട്ടുള്ള കല്ലിനെയും മരത്തിനെയും എല്ലാം അവരെനിക്ക് സമന്മാരാക്കുന്നു. അവരെൻ്റെ റുബൂബിയത്തും എൻ്റെ അനുഗ്രഹങ്ങളും അംഗീകരിച്ചതിന് ശേഷമാണ് അവർ അത് ചെയ്യുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടാവ് എന്ന് അവർ അംഗീകരിക്കുന്നു എന്നിരിക്കെ പിന്നെ അവർ ഈ ചെയ്യുന്ന ശിർക്കിന് എന്ത് അടിസ്ഥാനമുള്ളത്? അവരുടെ ആലോചിച്ച് നോക്കി, ഏറ്റവും തലതിരിഞ്ഞു പോയ ബുദ്ധി ഉണ്ടാവുക ഷിർക്കിൻ്റെ ആളുകൾക്കായിരിക്കും. കാരണം ഈ സൃഷ്ടാവും നിയന്താവുമായിട്ടുള്ള അള്ളാഹുവിനെ വിട്ടിട്ടാണ് അവർ ദുർബലരായിട്ടുള്ള സൃഷ്ടികളുടെ അടുക്കിലേക്ക് പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൃഷ്ടിപ്പിൻ്റെ കാര്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂറത്തുർ റൂമിലെ 40-ാമത്തെ ആയത്തിൽ. അള്ളാഹു പറയാണ്, അല്ലാഹുല്ലദീ ഖലഖകും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ റസഖകും, പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ ഉപജീവനം നൽകിയത്. സുമ്മ യുമീതുക്കും, പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നത്. സുമ്മ യുഹീകും, പിന്നെ വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ. അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന പങ്കുകാരിൽ ആരെങ്കിലും ഉണ്ടോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ഏതെങ്കിലും അള്ളാഹുവിന് പുറമെ ആളുകൾ ആരാധിക്കുന്ന ഏത് ഇലാഹിനെടുത്തോളെ അവർക്ക് സൃഷ്ടിക്കാനോ ഉപജീവനം നൽകാനോ മരിപ്പിക്കാനോ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാനോ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിലല്ല അധികാരമുണ്ടോ? അള്ളാഹു തൊട്ടടുത്ത് പറയാ, സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അള്ളാഹു പരിശുദ്ധനത്രേ, അവർ പങ്കു ചേർക്കുന്നവനിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. ഒരാൾക്കും സാധിക്കില്ല. അപ്പോൾ മുശ്രിക്കീങ്ങളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ തലതിരിഞ്ഞു പോയിട്ടുള്ള ഒരു ബുദ്ധിയാണ്. അതുകൊണ്ടാണ് അവർ ഈ ശിർക്കിൻ്റെ അകപ്പെട്ടു പോയിട്ടുള്ളത്. അല്ലാഹു തആല ചോദിക്കുന്ന വേറെയും ചില ചോദ്യങ്ങൾ കാണാം. സൂറത്തുൻ നംലിലെ 59-60 ആയത്തുകളിൽ അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ. അവർ പങ്കു ചേർക്കുന്നവരെ ആണോ അള്ളാഹു ആണോ ഖൈറായിട്ടുള്ളത്? അള്ളാഹു അല്ലേ ഖൈറായിട്ടുള്ളത്. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്, അള്ളാഹു ആരാണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ്. വഅൻസല ലക്കും മിനസ് സമാഇ മാഅ,
അവൻ ആകാശത്തിൽ നിങ്ങൾക്ക് വെള്ളമിറക്കിയവനാണ്, മഴയിറക്കിയവനാണ്. ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജ, അങ്ങനെ ആ മഴ ഇറക്കി ആ വെള്ളം കൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള തോട്ടങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒരുക്കിയവനാണ്. മാ കാന ലക്കും അൻ തുംബിതു ഷജറഹ, നിങ്ങൾക്ക് ഒരു വൃക്ഷത്തെയും ഭൂമിയിൽ നിന്ന് മുളപ്പിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് കഴിയില്ല. ഒരു ചെടി മുളപ്പിക്കാൻ ഏതൊരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അഇലാഹും മഅല്ലാഹ്, ആ അള്ളാഹുവിനോടൊപ്പം വേറൊരു ഇലാഹോ, ആ അള്ളാഹുവിനോടൊപ്പം വേറൊരു ഇലാഹോ. ബൽഹും ഖൗമുൻ യഅ്ദിലൂൻ, അവർ പരിധി വിട്ട, അതിൽ ലംഘിച്ച ഒരു സമൂഹമാണ് എന്ന് മുശ്രിക്കീങ്ങളെ പറ്റി പറയുകയാണ്. അപ്പോൾ അള്ളാഹു ഖാലിഖാണ് എന്ന് പറയുമ്പോൾ നാം പറഞ്ഞ ഈ രണ്ട് ആശയം മനസ്സിലാക്കണം. ഒന്ന്, മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ എന്നുള്ള ആശയവും, രണ്ട്, തഖ്ദീർ, ഒരു കാര്യത്തെ ഒരുക്കുന്നവൻ അല്ലെങ്കിൽ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നവൻ, അത് സൃഷ്ടികളെ പറ്റിയും പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണെന്ന് പറയുമ്പോൾ മുൻമാതൃകയില്ലാതെ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് പുതിയ സൃഷ്ടിയെ ഉണ്ടാക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇന്ന് ശിർക്കിന്റെ നിരർത്ഥകത അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിപ്പ് വെച്ച് തന്നെ തെളിയിക്കുന്ന 1-2 ആയത്തുകളാണ്. സൂറത്തുൽ അറാഫിലെ 191-92 ആയത്തുകൾ. അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണോ, ഒന്നിനെയും സൃഷ്ടിക്കാത്ത സൃഷ്ടിക്കപ്പെട്ടവരായിട്ടുള്ളവരെ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ശരിക്കും നമ്മളൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുസ്ലിം പേരുള്ള ആളുകൾ അവരെത്രയോ ജാറങ്ങളിൽ പോകുന്നവരുണ്ട്, ഓരോ മരത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നവരുണ്ട്, കല്ലിൻ്റെ അടുക്കിലേക്ക് പോകുന്നവരുണ്ട്. ചില പിന്നെ വാർത്തകളിൽ നമുക്ക് കാണാം, പിന്നെ അമ്പലങ്ങളിൽ പോലും പോയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ, മുസ്ലിം പേരുള്ള ആളുകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയും എത്രത്തോളം നിരർത്ഥകതയാണിത് എന്ന്. എത്രത്തോളം അള്ളാഹു ചോദിക്കുകയാണ്, ഒരു സൃഷ്ടിപ്പും നടത്താത്ത എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ വസ്തുക്കളെയോ വ്യക്തികളെയാണോ നിങ്ങൾ പങ്കു ചേർക്കുന്നത് അള്ളാഹുവിൽ? എന്നിട്ട് പറയാണ്, വലാ യസ്തതീഉന ലഹും നസ്റൻ വലാ അൻഫുസഹും യൻസുറൂൻ, അവർക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റൂല, അവർക്ക് അവരുടെ സ്വന്തത്തിന് തന്നെ സഹായം ചെയ്യാൻ സാധിക്കൂല. അവരുടെ സ്വന്തത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ഇപ്പോൾ ഒരാൾക്കൊരു ഒരു വലിയൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണെന്ന് വിചാരിച്ചോട്ടെ, അയാൾക്ക് വന്ന് എന്തെങ്കിലും രോഗം മാറ്റാൻ അയാളെ കൊണ്ട് സാധിക്കുമോ? അയാൾക്ക് സാധിക്കുമെങ്കിൽ രോഗം വരില്ലല്ലോ, അല്ലെങ്കിൽ അയാൾ മരിക്കൂലല്ലോ. അയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സാധിക്കില്ല. മറ്റൊരു ആയത്ത് സൂറത്തുൽ അറാഫിൽ തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. ഈ ആയത്ത് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടുന്നവരൊക്കെ നിങ്ങളെപ്പോലെ തന്നെയുള്ള അടിമകളാണ്. ഇപ്പോൾ വേറൊരു ആളുടെ ഖബറിൽ പോയിട്ട് ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിലും നല്ലത് അവൻ സ്വന്തത്തിനോട് തന്നെ പ്രാർത്ഥിക്കലാണ്. കാരണം അവരെന്താണ്? നിങ്ങളെപ്പോലെ അടിമകൾ തന്നെയാണ്. ഫദ്ഊഹും ഫല്യസ്തജീബു ലക്കും ഇൻ കുൻതും സാദിഖീൻ. അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹു അതിനെ അങ്ങേറ്റത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊന്ന് വിളിച്ച് തേടി ഒന്ന് കാണട്ടെ, അവർ ഉത്തരം ചെയ്യുന്നത് കാണട്ടെ. നിങ്ങൾ പറയുന്ന വാദം ശരിയാണെങ്കിൽ അവർ നിങ്ങളെ സഹായിക്കാനോ നിങ്ങൾക്ക് ശുപാർശകരായിട്ടോ നിങ്ങൾക്ക് ഇടനിലക്കാരായിട്ടോ അല്ലെങ്കിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന ആളുകളാണെന്നോ അതിൽ പ്രത്യേകം കഴിവുള്ള ആളുകളാണെന്നൊക്കെ നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് തേടി അവരുത്തരം ചെയ്യുന്നത് ഒന്ന് കാണട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം അതിനെ നിഷേധിച്ചുകൊണ്ട് നിരർത്ഥകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ സൃഷ്ടാവായിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഖാലിഖ് അല്ലെങ്കിൽ ഖല്ലാഖ് എന്നുള്ള നാമം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനിലുണ്ടാകുന്ന തൗഹീദിൻ്റെ ദൃഢത, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടൂ എന്നുള്ള ബോധ്യം അത് വളരെ ശക്തമായിരിക്കും. ഇത്രയുമാണ് ഈ നാമങ്ങളുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത നാമങ്ങൾ അൽ ഖാലിഖു, അൽ ബാരിഉ, അൽ മുസവ്വിറു. ഖാലിഖ് എന്നുള്ള നാമം കഴിഞ്ഞതിൽ പറഞ്ഞു, എന്നാൽ ഈ 3 നാമങ്ങളോട് ഒരുമിച്ച് പറയുന്ന രീതിയിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അൽ ഖാലിഖു, അൽ ബാരിഉ, അൽ മുസവ്വിർ. ആശയം പറയുകയാണെങ്കിൽ അൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. പക്ഷേ ഈ 3 പേരുകൾ ഒരുമിച്ച് പറയുമ്പോൾ ഈ ഖാലിഖ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം നമ്മൾ രണ്ടാമത് പറഞ്ഞ അർത്ഥമാണ്. അതായത് കഴിഞ്ഞ ഖാലിഖ് എന്നുള്ള പദം പറഞ്ഞപ്പോൾ 2 അർത്ഥങ്ങൾ പറഞ്ഞു. മുൻമാതൃകയില്ലാതെ ഒരുക്കിയവൻ, സൃഷ്ടിക്കുന്നവൻ എന്നുള്ള പൊതുവായിട്ടുള്ള അർത്ഥം പറഞ്ഞു. രണ്ടാമത്തേത് നിർണയിക്കുന്നവൻ, തഖ്ദീർ എന്നുള്ള അർത്ഥം പറഞ്ഞു. ആ രണ്ടാമത്തെ അർത്ഥമാണ് ബാരി മുസവ്വിർ എന്നതിനോട് ചേർന്ന് ഖാലിഖ് എന്ന് പറയുമ്പോൾ കൊടുക്കുക. അൽ ബാരി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൻ, മുൻമാതൃകയില്ലാതെ ഒരുക്കുന്നവൻ എന്നുള്ള അർത്ഥം തന്നെയാണ്. അൽ മുസവ്വിർ എന്ന് പറഞ്ഞാൽ രൂപം നൽകുന്നവൻ.
അള്ളാഹു ആ സൃഷ്ടിക്ക് രൂപം നൽകുന്നവൻ എന്നുള്ളതാണ് ഈ നാമങ്ങളുടെ അർത്ഥം. ഖുർആനിൽ ഒരു സ്ഥലത്ത് ഈ 3 നാമങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. സൂറത്തുൽ ഹശറിലെ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവാണ് ഖാലിഖ്, ബാരി, മുസവ്വിർ. അവനാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള നാമങ്ങൾ ഉള്ളത്. അപ്പോൾ ഖാലിഖ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആശയത്തിൽ ഒരുക്കുന്നവൻ, നിർണയിക്കുന്നവൻ എന്നുള്ള അർത്ഥം. ബറഅ അൽ ബാരി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ, ഒരു കാര്യത്തെ പുതുതായി കൊണ്ടുവരുന്നവൻ, ഉണ്ടാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. മുസവ്വിർ എന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാക്കുന്ന സൃഷ്ടി എന്താണോ അതിന് ഏതു രൂപമായിരിക്കണം എന്ന് തീരുമാനിക്കുന്നവൻ, അവൻ്റെ ഹിക്മത്ത് അനുസരിച്ച് ഏതൊരു രൂപത്തിലാകണമെന്നോ ആ രൂപത്തെ നിർണയിക്കുന്നവൻ. ഇവിടെ ഖാലിഖ് എന്നുള്ള പൊതുവായി അർത്ഥത്തിൽ പറയുന്ന, മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവൻ എന്ന് പറയുന്ന വാക്കിൻ്റെ തഫ്സീലുകളായിട്ട്, ആ നാമത്തിൻ്റെ വിശദീകരണമായിട്ടുള്ള നാമങ്ങളാണ് അൽ ബാരി, അൽ മുസവ്വിർ എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. കാരണം മൂന്നും ഒരേ ആശയത്തിൽ വരുന്നതാണ്. ഖൽഖ് എന്നുള്ള വിശേഷണത്തിന്റെ അകത്ത് തന്നെ വരുന്ന 3 കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഖാലിഖിനെ ഒന്ന് വിശദീകരിച്ച് പറയാനാണ് അൽ ബാരി, അൽ മുസവ്വിർ എന്നീ നാമങ്ങൾ പറയുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അപ്പോൾ ഖാലിഖ് എന്ന് ഉദ്ദേശിക്കുന്ന അർത്ഥം പറഞ്ഞു, ബാരി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ എന്നുള്ള അർത്ഥം പറഞ്ഞു. പിന്നെയുള്ളത് മുസവ്വിർ എന്നുള്ളതാണ്. മുസവ്വിർ എന്ന് പറഞ്ഞാൽ രൂപം നൽകുന്നവൻ എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, ശരിക്ക് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിൻ്റെ മുസവ്വിർ എന്നുള്ള നാമത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെയധികം അത്ഭുതം തോന്നുന്ന, അതായത് അള്ളാഹുവിൻ്റെ ആ അളമത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു നാമമാണത്. അതായത് ഈ കോടാനുകോടി മനുഷ്യർ, അതിൽ എല്ലാവരും വ്യത്യസ്ത രൂപത്തിലും കോലത്തിലും, അതിൽ സ്ത്രീയും പുരുഷനും വ്യത്യസ്ത രൂപത്തിൽ. അതുപോട്ടെ അതിനപ്പുറത്തേക്ക് ഒരുപാട് ജന്തുജീവജാലങ്ങൾ, പക്ഷികൾ പലതരത്തിൽ, മൃഗങ്ങൾ പലതരത്തിൽ. ഇനി ഒരു മൃഗം തന്നെ ഒരിനത്തിൽ വേറെ വേറെ രൂപങ്ങളിൽ, കായ്ക്കനികൾ, പഴങ്ങൾ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പഴം എടുത്ത് വിചാരിക്കുക, ഇപ്പോൾ ഒരു മാങ്ങയെ പറ്റി നമ്മൾ വിചാരിക്കുക, എത്ര തരത്തിലുണ്ടത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പഴത്തിനെ കുറിച്ച് പോട്ടെ, അതിന് മത്സ്യങ്ങൾ, എത്ര തരത്തിലുള്ള രൂപത്തിൽ, നിറത്തിൽ, ഇനി രുചിയിൽ വ്യത്യാസമുള്ള കായ്ക്കനികളും മത്സ്യങ്ങളും, അങ്ങനെ തുടങ്ങി. ഇനി പ്രാണികൾ, എന്ത് കാര്യം എടുത്താലും, അല്ലെങ്കിൽ വൃക്ഷങ്ങൾ, കല്ലുകൾ, പർവ്വതങ്ങൾ, ഏതൊരു കാര്യമാണെങ്കിലും അതിനെല്ലാം രൂപം നൽകുന്നവൻ, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ രൂപം നൽകിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മുസവ്വിറാണവൻ. ഓരോ കാര്യത്തിനും അതിന് യോജിച്ച രീതിയിലുള്ള രൂപം, മനുഷ്യന്റെ ജീവിതത്തിന് അവന് യോജിച്ച രീതിയിലുള്ള രൂപം. ഇപ്പോൾ ഒരു ആനയുടെ രൂപത്തിൽ, ആ ആനയുടെ വലുപ്പത്തിന് ആനയ്ക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ട് അതിന് തുമ്പിക്കൈ പോലെയുള്ള ഒരു രൂപം കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ജിറാഫിന്റെ രൂപം നോക്കുകയാണെങ്കിൽ ജിറാഫിന്റെ തല ചെറുത്, ആ കഴുത്ത് നീളമുള്ള രൂപത്തിലും തല ചെറിയ രൂപത്തിലും ആക്കിയിരിക്കുന്നു. അതായത് ഓരോന്നിനും ആ യോജിച്ച രീതിയിൽ, അതിൻ്റെ ജീവിത വ്യവസ്ഥകൾക്ക് യോജിച്ച രീതിയിലുള്ള രൂപം ഒരുക്കിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു തആല പറയുന്നുണ്ട് സൂറത്തുൽ ഇൻഫിത്താറിലെ 8-ാമത്തെ ആയത്തിൽ, ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് അവൻ ഉദ്ദേശിച്ച രൂപത്തിലാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കോലത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വല്ല തീരുമാനമുണ്ടോ? ഇപ്പോൾ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ എൻ്റെ കുട്ടിയുടെ രൂപം ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ കുട്ടിയുടെ നിറം, തൊലിയുടെ നിറം, ഉയരം, രൂപം, തടി ഇതിങ്ങനെ ആയിരിക്കണം എന്നേതെങ്കിലും ഉമ്മയൊപ്പയോ തീരുമാനിക്കുന്നതാണോ? അല്ലെങ്കിൽ ഡോക്ടർ തീരുമാനിക്കുന്നതാണോ? അല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ സൂറത്തുൽ അറാഫിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ഖലഖ്നാകും സുമ്മ സവ്വർനാകും. നാം നിങ്ങളെ സൃഷ്ടിക്കുകയും പിന്നെ രൂപം കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഖലഖ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞ 2-ാമത്തെ ആശയം. ഏതാശയം? നിർണയിക്കുന്നവൻ. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിക്കുന്നു ഏത് കാര്യത്തിലായിരിക്കണം എന്നുള്ളത്, പിന്നെ അതിന് രൂപം നൽകുന്നു. അല്ലാതെ നമ്മൾ ആദ്യം പറഞ്ഞ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അർത്ഥം ശരിയാവില്ല. ഖലഖ്നാകും സുമ്മ സവ്വർനാകും, സൃഷ്ടിച്ചു പിന്നെ രൂപം നൽകി അല്ലല്ലോ. സൃഷ്ടിക്കുന്ന സമയത്ത് ആ രൂപത്തിലുണ്ട്. അവിടെ ഉദ്ദേശം അള്ളാഹു ആദ്യം നിർണയിക്കുന്നു, പിന്നെ എന്താക്കുന്നു? ആ രൂപത്തിലേക്ക് അള്ളാഹു തആല ഒരുക്കുന്നു. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള മറ്റൊരു നാമമാണ് അൽ ബാരി എന്നുള്ളത്. ബാരി എന്നുള്ള നാമത്തിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇല്ലായ്മയിൽ നിന്ന് ഒരു കാര്യത്തെ പുതുതായി ഉണ്ടാക്കി സൃഷ്ടിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് സൃഷ്ടികൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് അൽ ബരിയ എന്നുള്ളത്.
സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഖലീഖത്ത് എന്നുള്ളതിന്റെ മറ്റൊരു പേരാണ് അൽ ബരിയ്യത്ത് എന്ന് പറയും, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവർ എന്നുള്ള അർത്ഥത്തിൽ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബയ്യിനയിൽ പറയുന്നത്, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ. കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ അവർ നരകത്തിലാണെന്ന് പറഞ്ഞിട്ട് പറയാണ്, ഉലൈക ഹും ശർറുൽ ബരിയ്യ, അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ്യ, ഈമാനും സൽക്കർമ്മങ്ങളും ചെയ്യുന്നവർ അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ. അപ്പോൾ ബരിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഖലീഖത്ത്, സൃഷ്ടിക്കപ്പെട്ടവർ എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ നേരത്തെ ഖാലിഖിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബാരി ആയിട്ടുള്ള, നമ്മെ സൃഷ്ടിച്ച് രൂപം നൽകി ഒരുക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അങ്ങേയറ്റത്തെ വിഡ്ഢിത്തവും അങ്ങേയറ്റത്തെ ബുദ്ധിയില്ലായ്മയുമാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്ത ചില ആളുകളോട് അവർ തൗബ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ബാരി എന്നുള്ള നാമം പ്രത്യേകം പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയുന്ന ചരിത്രമാണ് മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുകളുമായിട്ട് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് അവരിൽ ചില ആളുകൾ, ചില കൂട്ടർ ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. സ്വർണം കൊണ്ടെല്ലാം ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം കുറച്ചു കാലം മാറി നിന്ന സമയത്താണ് അവരങ്ങനെ ചെയ്തത്. എല്ലാവരും ഇല്ല, ഒരു കൂട്ടം ആളുകൾ. അപ്പൊ അവരോട് വന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകൾ കാണാം സൂറത്തുൽ ബഖറയിലെ 54 ആ ഭാഗത്തുള്ള ആയത്തുകൾ. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും വലംതും അൻഫുസകും. മൂസാ നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തിനോട് പറഞ്ഞു, സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിനോട് തന്നെ ദുൽമ ചെയ്തിരിക്കുകയാണ്, അക്രമം ചെയ്തിരിക്കുകയാണ്. ബിത്തിഖാദികുമുൽ അജ്ല, ഈ ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനെ ആരാധിച്ചതിലൂടെ. എന്നിട്ട് പറയാണ്, ഫതൂബു ഇലാ ബാരിഇകും, നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് ഈ രൂപം നൽകി നിങ്ങളെ ഒരുക്കിയ ബാരിയിലേക്ക് അഥവാ അള്ളാഹുയിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് നടക്കുക. ഇവിടെ ഫതൂബു ഇലല്ലാഹ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫതൂബു ഇല റഹ്മാൻ എന്ന് പറയാം. പക്ഷേ അവർ വേറൊരു കോലം ഉണ്ടാക്കി അതിനെ ഇലാഹാക്കി സ്വീകരിച്ചത് കൊണ്ട് അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങളെ ഈ രൂപത്തിൽ ഒരുക്കിയ ബാരി ആയിട്ടുള്ള അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്ന് പറഞ്ഞു. ഫഖ്തുലു അൻഫുസകും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരികും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകൊള്ളുക. അതായത് അതിനുള്ള ശിക്ഷയായിട്ട് അന്ന് നിയമമാക്കിയതാണ്. അത് ചെയ്യാത്ത ആളുകളെ ഇവർക്ക് വധശിക്ഷ നടപ്പിലാക്കാൻ പറഞ്ഞത്. അവിടെ വീണ്ടും പറഞ്ഞു, ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇകും, നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. ഫതാബ അലൈക്കും, നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ അവിടെ തൗബ ചെയ്ത് മടങ്ങാൻ പറഞ്ഞ സമയത്തും എല്ലാം ഉപയോഗിച്ച നാമം ബാരി എന്നുള്ളതാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, വഫീ ഖൗലിഹി തആല ഹുനാ ഇലാ ബാരിഇകും, ഇവിടെ അല്ലാഹു തആല ഇലാ ബാരിഇകും എന്ന് പറഞ്ഞിട്ടുള്ളത് തൻബീഹുൻ ഇലാ അളമി ജർമിഹിം ഐ ഫതൂബു ഇലല്ലദീ ഖലഖകും വഖദ് അബദ്തും മഅഹു ഗൈറഹു. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണോ അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ആ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം അറിയിക്കാനാണ് ബാരി എന്നുള്ള പദം ഉപയോഗിച്ചത്. സൃഷ്ടിച്ചവനിലേക്ക് മടങ്ങുക, കാരണം നിങ്ങൾ അവനോടൊപ്പം മറ്റൊരാളെ ആരാധിച്ചത് കൊണ്ട് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചു പറയാം. കാരണം അവർ ചെയ്ത ഒരു കുറ്റം അതിന്റെ ഗൗരവം അറിയിക്കാൻ നിങ്ങളെ സൃഷ്ടിച്ചവനിലേക്ക് നിങ്ങൾ മടങ്ങുക എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അതാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ്, ബാരി ആണ്, അതുപോലെ തന്നെ മുസവ്വിറാണ് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലാഹു തആല ഇതിനൊക്കെ എടുത്തു പറയുന്ന ഈ മുസവ്വിർ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കണം. ഈ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ അത് ആയത്തുകളെയും ഹദീസുകളെയും അടിസ്ഥാനത്തിൽ അതിൻ്റെ ഖായിദക്കകത്ത് പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഖുർആനിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ആലോചിച്ച് മനസ്സിലാക്കേണ്ട ഒരു വശം കൂടി അതിനുണ്ട്. ഈ ഖായിദകൾക്ക് അപ്പുറത്തേക്ക് പോകാതെ ഈ ആയത്തുകളും ഹദീസുകളും മനസ്സിലാക്കുമ്പോൾ അതിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു നാമങ്ങളെയും നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിനെ ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ ചിന്തിക്കേണ്ട ചില ആയത്തുകളാണ് സൂറത്തുൽ ഗാഫിർ 64-65 ആയത്തുകളിൽ. അതിൽ അല്ലാഹു പറയാണ്, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ
അള്ളാഹു എങ്ങനെയുള്ളവനാണ്? ഭൂമിയെ നിങ്ങൾക്ക് താമസയോഗ്യമായ രീതിയിൽ ഒരുക്കിയവനാണ്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽപ്പൂരയാക്കിയവനാണ്. വസവ്വറകും ഫഅഹ്സന സുവറകും, നിങ്ങൾക്ക് രൂപം നൽകി ഏറ്റവും നല്ല രൂപത്തിൽ. നിങ്ങൾക്ക് രൂപം നൽകി ഏറ്റവും നല്ല രൂപത്തിൽ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കോലം, ബാക്കി ഓരോ ജീവികൾക്കും അവർക്ക് ഏതൊരു ജീവിത വ്യവസ്ഥയിലാണോ അവർ ജീവിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള കോലം. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ മനുഷ്യർക്കും അള്ളാഹു നൽകിയിട്ടുള്ള കോലം അവർക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഒരാൾ കുള്ളനായിട്ടാണ് അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതെന്ന് വിചാരിക്കുക. ആ രൂപമാണ് അവൻ ഏറ്റവും ഹൈറായിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾ ജന്മന വൈകല്യമായിട്ടാണ് ജനിച്ചു വിചാരിക്കുക, ആ രൂപമാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും ഹൈറായിട്ടുള്ളത്. അത് പരലോകത്താണ് മനസ്സിലാവുക. കാരണം ആ കുള്ളനായ വ്യക്തി ഒരുപക്ഷെ ആ കുള്ളനായി എന്നതുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാനും ഈമാൻ ഉൾക്കൊള്ളാനും ചിലപ്പോൾ ഒരു കാരണമായിട്ടുണ്ടാകും. അവന് നല്ല ആരോഗ്യവും രൂപവും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അള്ളാഹുവിന് നന്ദികേട് കാണിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഏതൊരു കോലമാണെങ്കിലും, ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞു അത് മോശപ്പെട്ട രൂപമാണ്, അത് അവന്റെ കണ്ണിലാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു കോലം നൽകിയിട്ടുണ്ടെങ്കിൽ, രൂപം നൽകിയിട്ടുണ്ടെങ്കിൽ, അവന് പരലോകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ ഏറ്റവും ഹൈറായിട്ടുള്ള രൂപമായിരിക്കും അവന് നൽകിയിട്ടുണ്ടാവുക. അപ്പൊ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളെ ഒരുക്കിയവൻ. വറസഖകും മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ കാര്യങ്ങൾ നിങ്ങൾക്ക് റിസ്ഖായി നൽകിയവൻ. ദാലികുമുല്ലാഹു റബ്ബുക്കും, ആ അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബ്. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹു ബറക്കത്ത് നിറഞ്ഞവനാണ്. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു, അവൻ ഹയ്യാണ്, എന്നെന്നും ജീവിക്കുന്നവനാണ്, അവനല്ലാതെ ഇലാഹില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അവനെ മാത്രം നിങ്ങൾ ഇഖ്ലാസോട് കൂടി വിളിച്ചു തേടുക, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ സൂറത്ത് ആലി ഇമ്രാനിലെ 6-ാമത്തെ ആയത്തിൽ ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ, അല്ലാഹു പറയാണ്, നിങ്ങൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ രൂപമൊരുക്കിയവനാണ് അവൻ. നമ്മൾ ആലോചിച്ച് നോക്കി, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഒരു വെള്ളത്തുള്ളിയുടെ അങ്ങേയറ്റത്ത് ചെറിയ ഒരു അംശമായിട്ട് ഒരു തുള്ളി എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കുകയാണെങ്കിൽ അതിൽ കാണാൻ സാധിക്കും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് സ്പേംസിനെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് ഉമ്മാന്റെ ഗർഭപാത്രത്തിലെത്തി ഒരു നിർണിത കാലം 9-10 മാസം അല്ലെങ്കിൽ എത്രയാണോ സമയം, ആ സമയം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടിക്ക് ആ ഒരു കോലത്തിൽ നിന്ന് മാറി രൂപം നൽകുന്നവനാണ് അല്ലാഹു തആല. അവൻ ഉദ്ദേശിക്കുന്ന പോലെ. എങ്ങനെയാണ് മനുഷ്യനെ അള്ളാഹുവിനെ നിഷേധിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. മനുഷ്യനോ അവന്റെ സൃഷ്ടിപ്പൊന്ന് ആലോചിച്ചാൽ മതി, അവന്റെ ശരീരം ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അങ്ങനെ രൂപം നൽകിയവനാണ് അല്ലാഹു തആല. ലാ ഇലാഹ ഇല്ലാഹു അൽ അസീസുൽ ഹക്കീം, അവനല്ലാതെ ഇലാഹില്ല, അവൻ അസീസാണ്, ഹക്കീമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അസീസ് പ്രതാപി, ഹക്കീം യുക്തി ഉള്ളവനാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് നാമങ്ങൾ വരുമ്പോൾ വളരെ അർത്ഥമുള്ള ആശയമാണ്. ഇനി മുസവ്വിർ എന്നുള്ള നാമം മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം കഴിവായിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അധികാരത്തിലുള്ള കാര്യങ്ങളിൽ അള്ളാഹു തആല വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്യുന്നവർ അവർക്ക് ഗൗരവമായ ശിക്ഷയുണ്ട് എന്നുള്ളത്. അതായത് മുസവ്വിർ എന്ന് പറഞ്ഞാൽ രൂപം നൽകുന്നവൻ, രൂപമുണ്ടാക്കുന്നവൻ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഈ ജീവനുള്ള ഇതുപോലെയുള്ള രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പരലോകത്ത് ഗൗരവമേറിയ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുണ്ട്. നോക്കൂ, സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന അശദ്ദന്നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ അൽ മുസവ്വിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഏറ്റവും കടുപ്പമുള്ള ശിക്ഷ ലഭിക്കുന്ന ആളുകൾപ്പെട്ടവരാണ് മുസവ്വിറൂൻ, രൂപമുണ്ടാക്കുന്നവർ. അഥവാ സൃഷ്ടിപ്പുണ്ടാക്കുക, രൂപമുണ്ടാക്കുക എന്നത് അള്ളാഹുവിന്റെ മാത്രം അവകാശമാണ്. അതിൽ ആരെങ്കിലും ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ
അവർക്ക് ഗൗരവമേറിയ ശിക്ഷയാണ് പരലോകത്തുള്ളത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കുക, അപ്പോൾ വിഗ്രഹങ്ങളോ പ്രതിമകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജീവനുള്ളവരുടെ ചിത്രം വരയ്ക്കൽ അതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി അതിൽ ഉൾപ്പെടുന്നവരാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അതല്ല എന്ന് പറഞ്ഞവരുമുണ്ട്. എന്തായാലും രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അതിൽ ഒരു സംശയമില്ലാത്ത കാര്യങ്ങളാണ്. ഈ 3D ആയിട്ടുള്ള വിഗ്രഹങ്ങൾ, അങ്ങനത്തെയുള്ള രൂപങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് അങ്ങനെയുള്ള ഓരോ ആ രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഗൗരവമുള്ള ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അശദ്ദുൻ നാസി അദാബൻ യൗമൽ ഖിയാമ അല്ലദീന യുളാഹൂന ബിഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് പോലെ മറ്റ് ഓരോന്നിനെ ഉണ്ടാക്കുന്ന ആളുകൾ നാളെ യൗമുൽ ഖിയാമയിൽ കഠിനമായ ശിക്ഷ ലഭിക്കുന്നവരാണ്. ഇനി അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ രൂപമുണ്ടാക്കുന്ന ആളുകളോട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലദീന യസ്നഊന ഹാദിഹി സുവറ യുഅദ്ദിബൂന യൗമൽ ഖിയാമ യുഖാലു ലഹും അഹ്യൂ മാ ഖലഖ്തും, ഇങ്ങനെ രൂപമുണ്ടാക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് നൽകുന്ന ശിക്ഷയിൽപ്പെട്ട ഒരു ശിക്ഷയാണ്. അവരോട് അവരുണ്ടാക്കിയ രൂപങ്ങൾ കൊണ്ടുവന്നിട്ട് പറയും, നിങ്ങൾ ഇതിനൊക്കെ ജീവൻ കൊടുക്കാൻ പറയും, നിങ്ങൾ ഇതിനൊക്കെ ജീവൻ കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല പറയും. അവർക്ക് സാധിക്കുകയില്ല, ഒരിക്കലും സാധിക്കില്ല. മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, യഖൂലു റബ്ബു സുബ്ഹാനഹു, അല്ലാഹു തആല പറയും, വമൻ അദ്ലമു മിമ്മൻ ദഹബ യഖ്ലുഖു ബിഖൽഖി, എൻ്റെ സൃഷ്ടിപ്പിനെ പോലെ സൃഷ്ടിപ്പുണ്ടാക്കിയവനേക്കാൾ ദുൽമ ചെയ്തവൻ ആരാണ്? ഫലിയഖ്ലുഖു ദുർറ ഔ ലിയഖ്ലുഖു ഹബ്ബ ഔ ലിയഖ്ലുഖു ശഈറ, അവനൊന്നെങ്കിൽ ഒരു ഗോതമ്പോ അല്ലെങ്കിൽ പിന്നെ ബാർലിയോ അതുപോലെ ധാന്യങ്ങൾ എന്തെങ്കിലും അവൻ ഉണ്ടാക്കട്ടെ എന്ന് അല്ലാഹു തആല അവനെ നിന്ദിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് സാമ്യതയുള്ള രൂപത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കുക, ജീവനുള്ളവരുടെ രൂപങ്ങൾ, അത് പക്ഷിയാവട്ടെ മൃഗമാവട്ടെ മനുഷ്യനാവട്ടെ അങ്ങനെയുള്ളവരുടെയൊക്കെ രൂപമുണ്ടാക്കുക എന്നുള്ളത് ഗൗരവമുള്ള പരലോകത്ത് വളരെ കടുത്ത ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. ഇനി ഈ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞ 3 നാമങ്ങളുണ്ടല്ലോ, ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ എന്നുള്ളത്. അതിൽ അൽ ബാരി എന്നുള്ള നാമം അള്ളാഹുവിന് മാത്രം ചേർത്തി പറയാൻ പറ്റുന്ന നാമമാണ്. അതായത് വേറൊരാൾക്കും ആ ബാരി എന്നുള്ളത് മാത്രമായിട്ട് പറയാൻ പറ്റും. അബ്ദുൽ ബാരി എന്ന് പറയാം, പക്ഷേ ബാരി എന്നുള്ളത് മാത്രമായി വേറെ ഒരാൾക്കും പറയാൻ പറ്റാത്ത നാമമാണ് അൽ ബാരി. അതായത് അള്ളാഹിൻ്റെ നാമങ്ങളിൽ ഇപ്പോൾ നാമങ്ങൾ മാത്രമായി പറയാൻ പറ്റുന്നതുമുണ്ട്, പറയാൻ പറ്റാത്തതുണ്ട്. ഇപ്പോൾ അള്ളാഹ് എന്നുള്ള പേര് ഒരാൾക്ക് ഇടാൻ പറ്റൂല. അതുപോലെ അർ റഹ്മാൻ എന്നുള്ളത് മാത്രമായിട്ട് ഇടാൻ പറ്റൂല. അതേസമയത്ത് റഊഫ്, റഹീം പോലുള്ള നാമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ടും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ നാമങ്ങളിൽ ഇപ്പോൾ ഖാലിഖ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ആശയത്തിൽ, രണ്ടാമത്തെ ആശയത്തിൽ ഒരുക്കുന്നവൻ, രൂപം മാറ്റി ഒരുക്കിയവൻ എന്നുള്ള അർത്ഥത്തിൽ പറയാം. മുസവ്വിർ എന്നുള്ളത് രൂപമുണ്ടാക്കുന്ന ആളൊക്കെ മുസവ്വിറാണ്, ഒരു സൂറ ഉണ്ടാക്കുന്നവർക്ക് മുസവ്വിർ എന്നുള്ള പേരിൽ പറയാം, ആ രീതിയിൽ ചേർത്തി പറയാം. പക്ഷെ ബാരി എന്നുള്ള നാമം ഒരു തരത്തിലും വേറെ ഒന്നിലേക്കും ചേർത്തി പറയാൻ പറ്റില്ല. അത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മുൻമാതൃകയില്ലാതെ ഇല്ലായ്മയിൽ നിന്ന് ഒരു കാര്യത്തെ പുതുതായി പടച്ചുണ്ടാക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതൊരവസ്ഥയിലും വേറെ ഒന്നിലേക്കും ചേർത്തി പറയാൻ പറ്റാത്ത നാമമാണ് അൽ ബാരി എന്നുള്ളത്. അപ്പോൾ ഈ നാമങ്ങളാണ് പിന്നെ ഇതെല്ലാം ഖാലിഖ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് തന്നെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നാമങ്ങൾ മനസ്സിലാക്കുന്നവർ ഒരിക്കലും അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനോട് ദുആ ചെയ്യുകയോ ഇബാദത്ത് ചെയ്യുകയോ അള്ളാഹുൽ പങ്കുചേർക്കുകയോ ചെയ്യില്ല, യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ. എന്നാൽ ഇത് മനസ്സിലാക്കിയിട്ടും ചെയ്യുന്നവർ അവർ വലിയ ദുൽമാണ് ചെയ്യുന്നത്. അവരുടെ ബുദ്ധി അത്രത്തോളം തിരിഞ്ഞു പോയതുകൊണ്ടാണ് ഖാലിഖ് അള്ളാഹു ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു മഖ്ലൂഖിനെ ആരാധിക്കുന്നത്. അള്ളാഹു തആല ശിർക്കിൻ്റെ എല്ലാവിധ അംശങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ.